ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക് പോകുന്നുവെന്നാണ് ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പരാതിയില്ലെന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും വിൻസി വ്യക്തമാക്കിയെന്നാണ് അറിയുന്നത്. ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചതോടെ ഇരുവരും കൈകൊടുത്തു പിരിഞ്ഞിരിക്കുന്നു. അലി അക്ബർ ഷാ ചേരുന്നു. അലി അക്ബർ ഷാ, ശുഭം അല്ലേ? തീർച്ചയായും അരുൺ, ഇന്നലെയാണ് ICCക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോയും വിൻസിയും എത്തിയത്. വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായ, കോലാഹലങ്ങളുണ്ടായ ഒരു വാർത്തയാണ്. അവിടെ അരുൺ പറഞ്ഞതുപോലെ ശുഭമായി പര്യവസാനം കുറിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഏകദേശം 3 മണിക്കൂറോളമാണ് ICCക്ക് മുന്നിൽ ഇരുവരും മൊഴി നൽകാനായി എത്തിയിരുന്നത്. അതിനുശേഷം രാത്രിയോടുകൂടി മൊഴി നൽകി പുറത്തിറങ്ങിയപ്പോൾ വിൻസി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകാനില്ല എന്ന് ആദ്യം തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഇനി സിനിമാ മേഖലയിൽ ഇതൊരു തുടർ പ്രവണതയാവരുത്, ഇനി ഇത്തരത്തിലൊരു അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത്, ഇതുമാത്രമാണ് തൻ്റെ ആവശ്യമെന്നുമായിരുന്നു വിൻസി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത്. ഇന്നലെ ഇപ്പോൾ എന്തായാലും വിശദമായ മൊഴി നൽകിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ICC യോഗത്തിൽ വെച്ച് തന്നെ, ICC സിറ്റിംഗിൽ വെച്ച് തന്നെ ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു എന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ICC റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നടപടി ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ശുഭപര്യവസായി ആയ സ്ഥിതിക്ക് ഇനി കാര്യമായ നടപടികളിലേക്കൊന്നും പോകേണ്ടതില്ല. എന്തായാലും ഈ ICCയുടെ റിപ്പോർട്ട് ഇന്ന് സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്തിന് കൈമാറും. അതിനുശേഷം ശ്രീകാന്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഇന്ന് ഈ താരസംഘടനയായിട്ടുള്ള AMMAക്ക് ഷൈൻ മറുപടി നൽകുകയും ചെയ്യും. ഉടൻ തന്നെ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഷൈനിന് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് AMMAക്ക് മുന്നിലും ഷൈന് വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സൂത്രവാക്യം സിനിമയുടെ ICCക്ക് മുന്നിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയും വിൻസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇരുവരും കൈകോർത്ത് പിരിഞ്ഞിരിക്കുന്നു. ഷൈൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടില്ല എന്ന് വിൻസി അലോഷ്യസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നിയമ നടപടിക്കില്ലാതെ ഇന്നലെ വിൻസി പറഞ്ഞിരുന്നു. മാത്രമല്ല, ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വളരെ സമവായത്തിലാണ് പറഞ്ഞത്. തനിക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടു, അക്കാര്യമാണ് പറഞ്ഞത്. നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടിക്ക് നടപടി എടുക്കണമെന്ന് ആവശ്യമില്ലെങ്കിൽ, നടിക്കെതിരെ പരാതിയായിട്ട് അവതരിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇതൊരു വലിയ വിഷയമായി തീരുക? തീർച്ചയായും. അതുകൊണ്ട് ഇനി ഇതെങ്ങോട്ട് എന്ന് ചോദിച്ചാൽ ഇനി ഇതെങ്ങോട്ടുമില്ല എന്ന് ഏകദേശ ധാരണയായിരിക്കും എന്ന് പറയാൻ കഴിയും. കാരണം ഇനി ഒരു മുന്നോട്ട് പോക്ക് സംഘടനാ തലത്തിലുള്ള നടപടികളിലും ഉണ്ടാകില്ല. കാരണം സിനിമയുടെ ICC വിളിച്ചു ചേർത്ത സിറ്റിംഗിലാണ് ഈ രീതിയിൽ രണ്ടുപേരും സംസാരിച്ച് ഒരാൾ തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയും മറ്റൊരാൾ അതിൽ സംഭവിച്ചു പോയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഇരുവരും കൈകൊടുത്ത് പിരിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഈ കൈകൊടുത്ത് പിരിഞ്ഞതിൻ്റെ ശുഭപരിവസായ ഒരു റിപ്പോർട്ടായിരിക്കാം ICC എന്തായാലും നിർമ്മാതാവിന് കൈമാറാൻ പോകുന്നത്. റിപ്പോർട്ട് കിട്ടിയ ശേഷം നിർമ്മാതാവ് ശ്രീകാന്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരവും. എന്തായാലും ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആരും എന്തൊക്കെയായിരുന്നു അല്ലേ മലപ്പുറം കത്തി, എന്തൊക്കെയായിരുന്നു 4 വർഷത്തേക്ക് വിലക്ക്, ഇനി ആജീവനാന്ത വിലക്ക്, നമ്മുടെ ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റി, ICCയുടെ യോഗത്തിൽ വിലക്ക്, താരസംഘടനയുടെ വിലക്ക്, എന്തൊക്കെയായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഒരു തീരുമാനമായി. എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ട, ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളും റിലീസ് ചെയ്യാനുള്ള കുറേ സിനിമകളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ ബാധിക്കും എന്നതുകൊണ്ടുണ്ടായ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ആവണമല്ലേ? അരുൺ, ആവാം. കാരണം കഴിഞ്ഞ ദിവസം ഈ സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാക്കളും അതുപോലെ സംവിധായകനും ഉൾപ്പെടെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴും ആരും ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുക എന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് സിനിമയെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങൾ ഉള്ളതായി ചർച്ചകളിലൊന്നും നമ്മൾ കണ്ടിരുന്നുമില്ല. എന്തായാലും സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം റിലീസ് ആകാനിരിക്കുന്ന സിനിമകളുണ്ട്, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുണ്ട്, ഒക്കെയുണ്ട്. സ്വാഭാവികമായും സിനിമകളെ ബാധിക്കാതിരിക്കുക എന്ന നിലയിലുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് വിൻസി നേരത്തെ പറഞ്ഞപ്പോഴും ഒരു തരത്തിലുള്ള നിയമ നടപടികളിലേക്കും താനില്ല, സിനിമയോടൊപ്പം എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വിൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും പരാതിയും കോലാഹലങ്ങളും മോണിറ്ററിംഗ് കമ്മിറ്റിയും എല്ലാം നിലനിൽക്കെ പ്രശ്നം പാതി വഴിയിൽ ഇരുവരും കൈകോർത്ത് പിരിഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടി ഇല്ല എന്ന് നേരത്തെ തന്നെ വിൻസി വ്യക്തമാക്കി. സംഘടനാ തലത്തിലുള്ള നടപടിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, അതും അതിൻ്റെയും ആവശ്യമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് ICC ഉടൻ തയ്യാറാക്കി നിർമ്മാതാവിന് കൈമാറിയേക്കും. ആ നിലയിലുള്ള വാർത്തകൾ മാത്രമായിരിക്കും ഇനി ആ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആളുകൾ സംശയിച്ചു പോകും സ്വാഭാവികമായും. ഇതൊക്കെ ഇനി സിനിമയുടെ വല്ല പ്രമോഷനും ആണോ എന്തോ?
അതിനുള്ള മറുപടിയും നിർമ്മാതാവും സംവിധായകനും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പ്രൊമോഷൻ ചെയ്യുമോ, ഞങ്ങൾ അത്രയും മോശപ്പെട്ട ആളുകളല്ല എന്നതാണ് അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത്. സ്വാഭാവികമായും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നിരുന്നു. കാരണം സമീപകാലത്ത് നോക്കിയാൽ അറിയാം, സിനിമകളുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി വലിയൊരു ടൂളാക്കി മാറ്റിയിട്ടുണ്ട് ഈ മേഖലയിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊരു പരാതി വരുന്നു, ആ പരാതി ഈ രീതിയിൽ അവസാനിക്കുന്നു. ഈ പരാതിക്കാരനും ആരോപണ വിധേയനായ ആളും പരാതിക്കാരിയും ഒരുമിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളിലും മറ്റും എല്ലാം സംയുക്തമായി തന്നെ വരുന്നു. ഇതൊക്കെ വലിയ സംശയങ്ങൾക്കും വലിയ ചോദ്യങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. പക്ഷേ ആ സംശയങ്ങളെല്ലാം നിരാകരിക്കുകയും തടയുകയുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചെയ്തത്. എന്തായാലും അവിടെ നിന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. പരാതിയില്ല, ഇനി മറ്റു പ്രശ്നങ്ങളിലേക്കില്ല. ഇരുവരും കൈകോർത്ത് ഈ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരാൾ തെറ്റുപറ്റിപ്പോയി എന്ന് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു, മറ്റൊരാൾ അത് കേട്ട് ശാന്തമായി തന്നെ പിരിഞ്ഞിരിക്കുന്നു. എന്തായാലും ICC യോഗത്തിൽ ഇന്നലത്തെ ICC സിറ്റിംഗിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി റിപ്പോർട്ട് ഉടൻ തന്നെ ഈ സിനിമയുടെ സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ശ്രീകാന്തിന് കൈമാറും. ശ്രീകാന്ത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടൊരു വിശദീകരണം നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. അലി അക്ബർ ഷായുടെ വാർത്തയാണ്, എന്താ പറയേണ്ടത് അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, സുൽത്താന് നേരത്തെ പോലീസിന് മൊഴി കൊടുത്തു, ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൊടുക്കുന്നത് താനാണ്. പിന്നീട് മാധ്യമങ്ങളെ കണ്ട് സുൽത്താൻ പറയുന്നു, അവരെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രം, ഒരിടപാടും ഇല്ല കേട്ടാ എന്ന് പറയുന്നു. വിൻസി ആദ്യം വന്ന് വളരെ വേദനിക്കുന്ന ഒരു മുഖഭാവത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ഒരു നടൻ തന്നെ ബുദ്ധിമുട്ടിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വായിൽ നിന്ന് വെള്ളപ്പൊടി തുപ്പിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആ വഴിക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കും പരാതിയില്ല, ആർക്കും പ്രശ്നവും ഇല്ല. അപ്പോൾ ശരിക്കും ആർക്കായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നൊരു ചോദ്യമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഇത് പ്രേക്ഷകരും ചോദിക്കുന്നുണ്ടാവും. ഇതിൽ ഏതാണ് അഭിനയം, ഏതാണ് യാഥാർത്ഥ്യം എന്നുള്ളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ നമുക്കങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ഒരു വ്യവസ്ഥ ഇത്തരം പരാതികൾ ഏറ്റെടുക്കാനില്ലാത്ത പക്ഷം, അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനില്ലാത്ത പക്ഷം ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം പരാതി പറയാൻ ഇനി ഏതെങ്കിലും നടിമാർ ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുമോ? ഏതെങ്കിലും വിൻസിമാർ ഇനി ഇത്തരം ധൈര്യത്തോടു കൂടി, ഇപ്പോൾ നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും വിൻസിക്ക് പൂർണ്ണ പിന്തുണ നൽകിയതാണ്, അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷേ അതിനുശേഷം ഒടുവിൽ അത് സമാപിക്കുന്നത് ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോയി അവസാനിക്കുകയാണ്. അത് ഒരുപക്ഷെ ഒരു നടി എന്ന നിലയിൽ, ഒരു ചലച്ചിത്ര പ്രവർത്തക എന്ന നിലയിൽ അവരുടെ പരിമിതി അതല്ലെങ്കിൽ ആ സാഹചര്യം അതായിരിക്കാം. ഇനി ഈ നിയമ നടപടികളിലേക്കൊക്കെ മുന്നോട്ട് പോയാൽ, തുടർ നടപടികളിലേക്കൊക്കെ മുന്നോട്ട് പോയാൽ അവർക്കും ഈ സിനിമാ മേഖലയിൽ നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ്. എല്ലാം അങ്ങനെ കോംപ്രമൈസ് ആയിരിക്കുന്നു. കോംപ്രമൈസ് ആകാത്ത ഒന്ന് ഇപ്പോഴും നിലവിലുണ്ട്. ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ മുന്നിലെ വസ്തുത. അതെല്ലാം ആ നടി പറഞ്ഞതാണ്, നമ്മൾ കേട്ടതാണ്. മാത്രവുമല്ല അതിൻ്റെ അനുബന്ധ തെളിവുകളും നമുക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. സജീറിന് പൈസ കൊടുത്തതും ഇതെല്ലാം പിന്നീട് പോലീസ് കണ്ടെത്തിയതുമാണ്. അതൊരു വഴിക്ക് നടക്കും, അന്വേഷണം ഒരു വഴിക്ക് നടക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രധാന പ്രശ്നം അങ്ങനെയല്ല. ഈ ലഹരിയുടെ വ്യാപനം സിനിമയിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, അതിനാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ ഏതെങ്കിലും നടന്മാർ വരുന്നുണ്ടെങ്കിൽ, അത് ഏത് ഷൈൻ ടോം ചാക്കോയാണെങ്കിലും അത് ശരിയല്ല, നിങ്ങൾ സാമൂഹ്യദ്രോഹികളാണെന്ന് പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ ലഹരിയുടെ ഉപയോഗത്തെ പരോക്ഷമായിട്ടാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന പക്ഷം നിങ്ങളതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി തീരരുത് എന്നുള്ളതാണ്. കാര്യം പൊതുസമൂഹം നിങ്ങളെ ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. അവരോടുള്ള ബഹുമാനമുണ്ടാവും, അത് കളയരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും എല്ലാം കോംപ്രമൈസ് ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് തുടച്ചു കളയാം എന്ന് പറഞ്ഞു. എല്ലാം നമുക്ക് വൈറ്റ് വാഷ്ഡ്.